നമസ്കാരം. ഞാൻ ഡോക്ടർ ശബരി ഗിരീഷ്, ENT സ്പെഷ്യലിസ്റ്റ്, ക്ലിയർ ക്ലിനിക്, വെള്ളയമ്പലത്തിൽ സീനിയർ കൺസൾട്ടൻ്റാണ്. തലവേദന ഒരു വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റമാണ്. ഏത് ഏജ് ഗ്രൂപ്പിലായാലും അത് വളരെ കോമൺ ആണ്. പല പല കാരണങ്ങൾ കൊണ്ടാവാം നമുക്ക് ഈ തലവേദന വരുന്നത്. തലവേദന ഒരാൾ പറയുന്ന സിംറ്റം എത്രത്തോളം സിവിയർ ആണോ അത്രത്തോളം സിവിയർ അല്ലേ എന്നുള്ളതും അതിൻ്റെ നേച്ചർ ഓർ ടൈപ്പ് ഓഫ് തലവേദന ഒരാളിൽ നിന്നും മറ്റൊരാളിൽ വളരെ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് ഈ റെഗുലറായിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും തലവേദന ഉണ്ടാവാനുള്ള കാരണങ്ങൾ? പ്രധാനമായിട്ടും തലവേദന വരുന്നതിന് രണ്ട് വലിയ കാറ്റഗറീസുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ENT അഥവാ ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ. രണ്ട് ENT അല്ലാത്ത പ്രോബ്ലംസ്, അതായത് തലയും തലച്ചോറിനും ബാധിക്കുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ്. ആദ്യമായിട്ട് ENT റിലേറ്റഡ് പ്രോബ്ലംസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ENTയിലുള്ളത്. അലർജി, തുമ്മൽ, ചീറ്റൽ, അതേപോലെ തന്നെ സൈനസൈറ്റിസ്. ഇതൊരു കാരണമാണ് തലവേദനയ്ക്ക്. നമ്മുടെ മുഖത്തുള്ള ബോൺസിനകത്ത് കുറേ എയർ സ്പേസസ് ഉണ്ട്. അതായത് എയർ ഫിൽഡായിട്ട് ബലൂൺ പോലത്തെ 4-5 സ്പേസസ് ഉണ്ട്. ഇതിനാണ് സൈനസസ് എന്ന് പറയുന്നത്. ഈ സൈനസസിനകത്ത് ഒരു ചെറിയ ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിൽ നിന്നും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മ്യൂക്കസ് റെഗുലറായിട്ട് അത് പുറകോട്ട് തെളിച്ച് വായിൽ മൂക്കിൻ്റെ പുറകിൽ വരികയും അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ swallow ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം ഈ പോകുന്ന ചാനലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ മ്യൂക്കസ് അവിടെ തന്നെ കളക്ട് ചെയ്യുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ അവിടെ കളക്ട് ചെയ്ത് അതിനകത്ത് ഡ്രെയിനേജ് ഇല്ലാതെ വരികയാണെങ്കിൽ അത് അതായത് ഇൻഫെക്ഷൻ വരികയും അതിൻ്റെ കാരണമായിട്ട് നമുക്ക് സൈനസൈറ്റിസും ഉണ്ടാകുന്നു. പലതവണയും ഈ ഡ്രെയിനേജിനുള്ള ബ്ലോക്ക് കാരണമാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടാകുന്ന. സൈനസിൽ നിന്നുള്ള സെക്രീഷൻസ് പുറത്തോട്ട് പോകാനുള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട്, ആ ഭാഗം മൂക്കിനകത്ത്. ആ ഭാഗത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ടാവുന്നു. സാധാരണ കാരണം അലർജി തന്നെയാണ്. മൂക്കിനകത്തോട്ട് പോകുന്ന ശ്വാസത്തിലുള്ള ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ തീരുമാനിക്കുന്നു അത് വേണ്ട, അത് വെളിയിലോട്ട് തള്ളാൻ നോക്കുന്നു, അത് മൂക്ക് അടപ്പിക്കുന്നു, ബ്ലോക്ക് ആവുന്നു, അല്ലെങ്കിൽ സ്നീസിങ്, അതായത് തുമ്മി വെളിയിലോട്ടാക്കുന്നു. അതുപോലെ തന്നെ അതിനെ വെളിയിലോട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ഒരുപാട് സെക്രീഷൻസ് വരുന്നു. ഇത് ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പക്ഷേ ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടപ്പും മറ്റുള്ള കാരണങ്ങളും കൊണ്ട് ഈ ഡ്രെയിനേജ്, സൈനസ് എന്നുള്ള ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നു. അത് ബ്ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലമാണ് സൈനസൈറ്റിസ്. വളരെ കാലങ്ങളായിട്ട് സൈനസൈറ്റിസ് ഉള്ള ആളുകളെ എനിക്കറിയാം. പലതവണയും വേദന കുറയാനുള്ള മരുന്നെടുക്കുന്നു. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവർ നോക്കാൻ ശ്രമിക്കുന്നില്ല. അത് കാരണം ഒരു ജീവിതകാലം മുഴുവൻ ഈ ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് ജീവിക്കുന്നവരെയും പലരെയും എനിക്കറിയാം. ചെയ്യേണ്ടത് എന്താണ്? കാരണമില്ലാതെ സൈനസൈറ്റിസ് ഉണ്ടാവില്ല. കാരണം മൂക്കിനകത്താണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകളുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു സാധാരണ ബേസിക്കായിട്ട് OPയിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നേസൽ എൻഡോസ്കോപ്പി. ചെറിയൊരു ക്യാമറ മൂക്കിനകത്തോട്ട് കയറ്റുകയും അതിൽ നിന്ന് നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ കാണുകയും അതിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം ഇങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിനോടുകൂടി തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടെ പറയട്ടെ. സാധാരണ അലർജിക്കുള്ള മരുന്നുകൾ സ്ഥിരമായിട്ടും റെഗുലറായിട്ടും കഴിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നു. ചില സിറ്റുവേഷൻസിൽ മരുന്നുകൊണ്ട് മാത്രം പറ്റുകയില്ല. അതോടുകൂടി തന്നെ ചെറിയ സർജിക്കൽ ഇൻ്റർവെൻഷൻ, എൻഡോസ്കോപ്പ് അസിസ്റ്റഡ് സർജറി അഥവാ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, ഫെസ് എന്ന നാമധേയത്തിൽ അറിയുന്ന ഒരു സർജറി കൊണ്ടും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് സർജറി ചെയ്താലും എന്ത് മരുന്ന് ചെയ്താലും അലർജി എന്നുള്ളൊരു കാരണം നമ്മളെ വിട്ടു പോവില്ല. നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി ട്രീറ്റ് ഇറ്റ് എഫക്റ്റീവ്ലി വിത്ത് മെഡിക്കേഷൻ. അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പലതവണയും വളരെ ലോങ് ടേം ആയിട്ട് ഈ മരുന്നുകൾ കഴിക്കാം. പക്ഷെ മരുന്നുകൾ കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ
നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് വ്യത്യാസം വരും. ഇത് ഒന്നാമത്തെ ഭാഗം, ENT റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്ക്. ബാക്കിയുള്ള ഹെഡേക്സിന് പല പല കാരണങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും തലയിൽ നിന്നും തലച്ചോറിൽ നിന്നുമുള്ള ഭാഗം കൊണ്ടാണ് വരുന്നത്. പല തരത്തിലുള്ള ഹെഡേക്കുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക്, സെഫലാൾജിയ, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഹെഡേക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ അസുഖമാണ്. ന്യൂറോളജിസ്റ്റാണ് ഇതിനെ ചികിത്സിക്കുന്നത്. അതിനുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ENT പ്രോബ്ലംസ് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ന്യൂറോളജി കൺസൾട്ടേഷൻ ചെയ്യണം, ഇങ്ങനത്തെ വല്ല കാരണങ്ങളുമാണോ എന്നുള്ളത്.